വൈദ്യശാസ്ത്ര സംബന്ധമായി എൻ്റെ ആദ്യത്തെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വിജ്ഞാന കൈരളി എന്ന് പറയുന്ന മാസികയിലാണ്. അക്കാലത്തെ പ്രൊഫസർ ഗുപ്തൻ നായർ സാറ്, അതുപോലെ NV കൃഷ്ണവാര്യർ അവരുടെയൊക്കെ പത്രാധിപത്യത്തിലുള്ള വിജ്ഞാന കൈരളിയിലാണ്. അപ്പോൾ ആദ്യത്തെ ഒരു വർഷം തന്നെ 12 ലേഖനങ്ങൾ പ്രസിദ്ധീകൃതമായി. അപ്പോൾ അതിനിടയ്ക്ക് ജനീകം വാരികയിലെ ഒരു PT തോമസ് എന്ന് പറഞ്ഞൊരു അധ്യാപകനെ വിഷബാധ, അന്ന് പേപ്പട്ടി വിഷബാധ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്, പേപ്പട്ടി വിഷബാധയെക്കുറിച്ച് എന്തോ ഒരു തെറ്റായ കാര്യം എഴുതുകയുണ്ടായി. അതിനെ തുടർന്ന് ഞാൻ പത്രാധിപർക്കുള്ള കത്തിൽ അത് തിരുത്തി ഒരു ലേഖനം എഴുതി, ഒരു കുറിപ്പ് എഴുതി. അതിനെ തുടർന്ന് കാമ്പശ്ശേരി എനിക്ക് നേരിട്ട് ഒരു കത്ത് എഴുതുകയുണ്ടായി. ഡോക്ടറെ, ഈ വിജ്ഞാന കൈരളി പോലെയുള്ള ഉയർന്ന മാനദണ്ഡമുള്ള പ്രസിദ്ധീകരണങ്ങളിൽ ഡോക്ടർ എഴുതിയാൽ അത് ജനം വായിക്കത്തില്ല. അപ്പം ജനം വായിക്കണമെങ്കിൽ ഞങ്ങളുടെ ജനയുഗം പോലെയുള്ള പ്രസിദ്ധീകരണങ്ങളിൽ വൈദ്യശാസ്ത്ര സംബന്ധമായ ലേഖനങ്ങൾ എഴുതണം. അങ്ങനെ വിജ്ഞാന കൈരളി എന്നുള്ള പ്രസിദ്ധീകരണത്തിൽ നിന്നും എന്നെ സാധാരണക്കാർ വായിക്കുന്ന ജനയുഗം വാരികയിലേക്ക് ആനയിച്ചു കൊണ്ടുപോയത് അന്തരിച്ച കാമ്പശ്ശേരി കരുണാകരനാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കും. അങ്ങനെ അദ്ദേഹം ആവശ്യപ്പെട്ട അനുസരിച്ച് ഞാൻ വിഷബാധയെക്കുറിച്ചുള്ള ലേഖനം, റാബീസ് എന്ന വിഷബാധ 2 ലക്കങ്ങളായി ജനയുഗത്തിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതാണ് സാധാരണക്കാർ വായിച്ച എൻ്റെ ആദ്യത്തെ വൈദ്യശാസ്ത്ര ലേഖനം. അതിനുശേഷം കേരളത്തിലെ പ്രചാരത്തിലുള്ള പ്രമുഖങ്ങളായ 40-ൽ പരം പകരുന്ന രോഗങ്ങളെക്കുറിച്ച് ഞാൻ തുടർച്ചയായിട്ട് കേരളത്തിലെ പൊതുജനാരോഗ്യ പ്രശ്നങ്ങൾ എന്ന പേരിലെ ലേഖന പരമ്പര തന്നെ എഴുതുകയുണ്ടായി. പിൽക്കാലത്ത് എൻ്റെ കണ്ട് വൈദ്യശാസ്ത്രം മലയാളത്തിലേക്ക് എഴുതി തുടങ്ങിയ ഒരുപാട് ഡോക്ടർമാർ, പ്രത്യേകിച്ചും ഡോക്ടർ ഗോപിനാഥപിള്ള, അതുപോലെ വേറെ പല ആളുകളും, എനിക്കൊന്ന് 4-5 ആളുകൾ, ഡോക്ടർ CM ഗോപിനാഥൻ എൻ്റെ സീനിയറാണ്, ആദ്യത്തെ ബാച്ചിലാണ്. ഗോപിനാഥപിള്ള എൻ്റെ ജൂനിയറാണ്. അതുപോലെ മറ്റൊരു ലേഡി ഡോക്ടർ, പിന്നെ സെബാസ്റ്റ്യൻ വാറ്റൂന്നൽ, ഇങ്ങനെ ഒരുപാട് ഡോക്ടർമാരെ വൈദ്യശാസ്ത്ര ലേഖനങ്ങൾ എഴുതാൻ തുടങ്ങി. ഇവരെല്ലാം ആദ്യം എഴുതിയ ലേഖനം വിഷബാധയെക്കുറിച്ചായിരുന്നു. വാസ്തവത്തിൽ അതുവരെ പത്രങ്ങളിലെ പേപ്പട്ടി വിഷബാധ എന്നാണ് വന്നിരുന്നത്. ഞാനാണ് അത് ശരിക്ക് വിഷബാധ, റാബീസ് അല്ലെങ്കിൽ വിഷബാധ. കാരണം പട്ടികൾ മാത്രമല്ല, പൂച്ചകൾ കടിച്ചാലും കീരി കടിച്ചാലും, ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ഈ രോഗം പരത്തുന്നത് വനങ്ങളിലുള്ള കാടുകളിലുള്ള കീരികളാണ്. ആ കീരികളെ പട്ടികളെ കടിക്കും, പട്ടികൾ മനുഷ്യരെ കടിക്കും, പൂച്ചയെ കടിക്കും. അങ്ങനെ നിരവധി മൃഗങ്ങൾ വഴി പകരുന്ന രോഗമാണ് വിഷബാധ, റാബീസ്. അപ്പോൾ ഈ രോഗത്തിന് ഇന്നും ചികിത്സയില്ല എന്ന് മാത്രമല്ല, ഞാൻ എഴുതി തുടങ്ങുന്ന കാലത്ത് മാവേലിക്കരയ്ക്ക് അടുത്തത്തെ വ്യാജ ചികിത്സ ഉണ്ടായിരുന്നു. അപ്പോൾ വിഷബാധ വന്നു കഴിഞ്ഞാൽ അക്കാലത്തെ കേരളത്തിലുള്ള എല്ലാ ആളുകളും ഈ പ്രദേശത്തേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ അവിടെ ചികിത്സയുണ്ട്, ചികിത്സയ്ക്ക് വലിയ ഫീസാണ്. അവിടെ ഒരു പഥ്യം പറയും. പഥ്യം എന്താണെന്ന് ചോദിച്ചാൽ ശുക്ലസ്ഖലനം സംഭവിക്കാതെ നോക്കിക്കോണം, അതായിരുന്നു അവരുടെ പഥ്യം. അപ്പോൾ ഞെട്ടൽ വരുമ്പോൾ എല്ലാ പുരുഷന്മാർക്കും ശുക്ലസ്ഖലനം വരും. ഇപ്പോൾ ശുക്ലസ്ഖലനം സംഭവിച്ചു കഴിയുമ്പോൾ അവിടുത്തെ വൈദ്യന്മാരെ ബന്ധുക്കളെ ദേഷ്യപ്പെടും. എന്താണ് നിങ്ങളിത് നോക്കിയിരിക്കാഞ്ഞത്, എന്താണ് ശ്രദ്ധിക്കാഞ്ഞത്, കണ്ടില്ല സ്ഖലനം സംഭവിച്ചു, ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് രൂപ ഒരുപാട് പേരിൽ നിന്ന് പറ്റിക്കുമായിരുന്നു. ആ വ്യാജ ചികിത്സയൊക്കെ നിർത്താൻ കാരണം എൻ്റെയൊക്കെ വ്യാപകമായ ബോധവൽക്കരണമാണ്. ആ ബോധവൽക്കരണത്തെക്കുറിച്ച് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ മാത്രമേ ഇതിനെ പ്രതിരോധ ചികിത്സയുള്ളൂ. വിഷബാധയ്ക്ക് ഇന്നും പൂർണ്ണമായ ചികിത്സ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ അതിന് പ്രതിരോധ ചികിത്സയുണ്ട്, പ്രതിരോധ ചികിത്സ. പക്ഷെ പ്രതിരോധ ചികിത്സ നൽകിയാലും ചില പ്രത്യേക സ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന കടികൾക്ക് ഇന്നും അപായമാണ്. കാരണം തലച്ചോറിനടുത്ത് വന്നാൽ വിരലുകളിൽ, കൂടുതൽ ഞരമ്പുകളുള്ള പ്രദേശങ്ങളിൽ, വിരലുകളിൽ, മുഖത്ത് ഒക്കെ കടിച്ചാൽ നമ്മളെ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകിയാൽ പോലും രക്ഷപ്പെടുത്താൻ ഒക്കത്തില്ല. അങ്ങനെയുള്ള വളരെ ഗുരുതരമായ ഒരു രോഗമാണ്. അപ്പോൾ നിരവധി സർക്കാരുകൾ വന്നു, നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും ഞാൻ പണ്ട് കോഴഞ്ചേരിയിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് കോഴഞ്ചേരി പഞ്ചായത്തിലെ ജനങ്ങളെ സംഘടിപ്പിച്ച് ആ പഞ്ചായത്തിലെ വിഷബാധയ്ക്ക് എതിരായിട്ട് ശക്തമായ പരിപാടികൾ ആവിഷ്കരിച്ചിരുന്നു. പട്ടികളെ മുഴുവൻ കുത്തിവെക്കുക, അതുപോലുള്ള അക്കാലത്തെ കോട്ടയത്ത് നിന്ന് ഇറങ്ങിയിരുന്ന ഒരു മാസികയുണ്ട്, ഡോക്ടർ മാസിക എന്ന് പറയുന്ന ആ മാസിക പ്രത്യേക സപ്ലിമെൻ്റ് ഇറക്കുകയും
ഞങ്ങൾ കോഴഞ്ചേരിയിലെ വ്യാപകമായ രീതിയിൽ ഒരു പഞ്ചായത്ത് മുഴുവനെ പേ വിഷബാധയ്ക്ക് എതിരായിട്ടുള്ള ബോധവൽക്കരണം നടത്തുകയും പട്ടികളെ മുഴുവൻ കുത്തിവെക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഇക്കാലത്തും ഈ 2025-ലും കേരളത്തിലെ ഒരുപാട് പ്രദേശങ്ങളിൽ പേ വിഷബാധയുള്ള പട്ടികളുണ്ട്. പട്ടികളുടെ കടിയെ തുടർന്ന് ഒരുപാട് പേരെ കുത്തിവയ്പ്പെടുക്കേണ്ടി വരുന്നു. ചിലരെങ്കിലും മരിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും നമ്മുടെ സർക്കാരുകൾ, പ്രാദേശിക തലത്തിലുള്ള പഞ്ചായത്തുകളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ഇന്നും ചികിത്സയില്ലാത്ത ഒരു രോഗമാണ് റാബീസ്. ഞാൻ എഴുതി തുടങ്ങിയിട്ട് 50 വർഷമായെങ്കിലും എൻ്റെ എഴുത്തിനൊന്നും യാതൊരു ഫലവും കിട്ടാത്ത ഒരു രോഗമാണ്. മറ്റു പല രോഗങ്ങളെ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിച്ചു. ഉദാഹരണത്തിന് പിള്ളവാതം. ഞാൻ പത്തനംതിട്ട വർക്ക് ചെയ്യുന്ന കാലത്താണ്, ഞാൻ പത്തനംതിട്ട IMAയുടെ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആയിരുന്നു. ആ കാലത്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പത്തനംതിട്ട ജില്ല പോളിയോ വിമുക്തമാകുന്നത്. എനിക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ്. ഞാൻ വർക്ക് ചെയ്തിരുന്ന, ഞാൻ സംഘടനാ സാരഥിയായിരുന്ന പത്തനംതിട്ട ജില്ലയാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് പോളിയോ നിർമ്മാർജ്ജനം ചെയ്തത്. അതുപോലെ മറ്റൊന്നാണ്, പ്രസവിച്ചു കഴിഞ്ഞാൽ മുലപ്പാൽ മാത്രം കൊടുക്കാമെന്നുള്ള ഒരു പരിപാടി ആവിഷ്കരിച്ചു. അതും പത്തനംതിട്ട ജില്ലയിലാണ് ആദ്യമായിട്ട് എല്ലാ ആശുപത്രിയിലും നടപ്പിലാക്കിയത്. അങ്ങനെ 2 കാര്യങ്ങൾക്ക് പത്തനംതിട്ട മുൻപന്തിയിൽ വരാൻ കാരണം, ഞാൻ പത്തനംതിട്ടയിലെ IMAയുടെ സെക്രട്ടറിയും പ്രസിഡന്റുമായിരുന്ന കാലത്ത് സംഘടിതമായ, ഞാൻ മാത്രമല്ല 202 ഡോക്ടർമാരുണ്ടായിരുന്നു ആ കാലത്ത് പത്തനംതിട്ട ജില്ലയിൽ. അവരുടെ എല്ലാം സംഘടിതമായ പരിശ്രമം കൊണ്ടാണ് പത്തനംതിട്ട ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ലയാവുകയും ജില്ലയിലെ ഹോസ്പിറ്റലുകൾ മുഴുവൻ ബേബി ഫ്രണ്ട്ലി ആകുന്നത് ഞാൻ പത്തനംതിട്ടയിൽ ജോലി ചെയ്യുന്ന അക്കാലത്താണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളിലും എനിക്ക് അഭിമാനിക്കാൻ ഏറെ വകയുണ്ട്.